വിവാഹ ദിനത്തിൽ മുങ്ങിയ പ്രതിശ്രുത വരൻ വധു നൽകിയ പീഡന പരാതിയിൽ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായി. കാസർഗോഡാണ് സംഭവം. ബളാലിന് സമീപത്തെ വിഷ്ണു നാരായണനെയാണ് വെള്ളരിക്കുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രണയത്തിലായിരുന്ന 25-കാരിയുമായി ഈ മാസം 10-നാണ് വിഷ്ണു നാരായണന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നത്. ഇയാൾ എത്താത്തതിനാൽ വിവാഹം മുടങ്ങിയതോടുകൂടിയാണ് യുവതി പീഡന പരാതി നൽകിയത്. വിവാഹ മുഹൂർത്തത്തിന് മിനിറ്റുകൾക്ക് മുമ്പ് മുങ്ങിയ പ്രതിശ്രുത വരനെയാണ് ബലാത്സംഗ കേസിൽ അറസ്റ്റ് ചെയ്തത്. ബളാലിന് സമീപത്തെ വിഷ്ണു നാരായണനെയാണ് വെള്ളരിക്കുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിഷ്ണു നാരായണനും പ്രതിശ്രുത വധുവായ 25-കാരിയും നേരത്തെ പ്രണയത്തിലായിരുന്നു. പിന്നീട് ഇരു വീട്ടുകാരും സംസാരിച്ച് ഉറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ വിവാഹം മെയ് 10-ന് ബളാലിന് സമീപത്തെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു. വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി വധുവും ബന്ധുക്കളും അന്ന് ക്ഷേത്രത്തിലെത്തിയിരുന്നു. എന്നാൽ മുഹൂർത്ത സമയമായിട്ടും വരനും സംഘവും എത്തിയില്ല. ഇത് ആശങ്കയ്ക്ക് ഇടയാക്കി. ഇതിനിടയിൽ വരന്റെ സഹോദരിയും ബന്ധുക്കളും ക്ഷേത്രത്തിലെത്തി വരനെ കാണാനില്ലെന്ന് വധുവിന്റെ ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു. ഇതോടെ വിവാഹം മുടങ്ങുകയും എല്ലാവരും വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് വിഷ്ണു നാരായണൻ തന്നെ ബലാത്സംഗം ചെയ്തതായി ആരോപിച്ച് പ്രതിശ്രുത വധുവായ യുവതി വെള്ളരിക്കുണ്ട് പോലീസിൽ പരാതി നൽകിയത്. ഇത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വിഷ്ണു നാരായണനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.